കോമഡിയിലൊപ്പം സെന്റിമെന്റ്സുണ്ട്. ഞാനല്ലല്ലോ പറയണ്ടേ, നിങ്ങളല്ലേ പറയണ്ടേ. പ്ലസന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഹിറ്റാവോ നമുക്ക് കണ്ടറിയാം. ഇങ്ങനത്തെ മൂവി വിജയം തന്നെയാണ്. നിങ്ങൾ അതിൽ ഹാപ്പിയാണോ? പിന്നെ ഉറപ്പാണേ. നല്ലതാണ്. കോമഡിയിലൊപ്പം സെന്റിമെന്റ്സുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ചില കോമഡി വർക്കൗട്ടാണ് പോകുന്നത്. കോമഡി സെന്റിമെന്റ്സ് എല്ലാം പറയാം. കുറെ ഹിറ്റായി പടം. ദിലീപേട്ട സിനിമ കണ്ട് പതിയെ കേട്ടേക്കർ കുറച്ച് നാൾക്കും ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു തമാശക്ക് വേണ്ടി മാത്രം ഒരുക്കിയതല്ല. സീരിയസ് എലമെന്റ്സ് ഉണ്ട്, റൊമാന്റിക് എലമെന്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ കുടുംബപ്രേക്ഷകരെ ഇരുത്തി കാണിക്കാൻ പറ്റുന്ന മികച്ചൊരു എന്റർടൈനിങ് സിനിമയാണ്, മെസ്സേജുള്ള സിനിമയാണ്. ഒരു അഞ്ച് പുതുമ നായികമാരുണ്ട്, രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോണി ആൻഡി ചേട്ടനൊക്കെ മികച്ചായിട്ട് പിന്നെ വിനീത് കുമാറിന്റെ ഡയറക്ഷനും മികച്ചതാണ്. ഒരു പക്ക 100 കോടി അടിക്കും. ദിലീപേട്ട ഒരു മാസ് എന്റർടൈൻമെന്റ് എലമെന്റ്സ് ആണ്. പക്ക ഒരു ഫുൾ ടൈം ഓണായിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ദിലീപേട്ട ഒരു വൺ മാൻ ഷോ എന്ന് പറയും. ഞാനല്ലല്ലോ പറയണ്ടേ, നിങ്ങളല്ലേ പറയണ്ടേ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എന്റെ പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ചോദ്യമായിട്ടുള്ള സെറ്റ് ആയിരുന്നു. ആ ഒരു സന്തോഷം സിനിമയിലും കാണാം. സിനിമയിലും നല്ല ദിലീപേട്ടൻ ഉണ്ടായിരുന്നില്ലേ? വന്നില്ല? ദിലീപേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ദിലീപേട്ടൻ വന്നില്ല. നല്ല മൂവിയാണ്. കോമഡി ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണ് മൂവി. ഇറ്റ്സ് എ സിമ്പിൾ മൂവി. ഫാമിലി ക്രൗഡിനൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പഴയ ദിലീപേട്ടൻ. തിരിച്ചുവരെന്ന് എന്ത് തിരിച്ചുവരെന്നോ ഉദ്ദേശിച്ചത്? തിരിച്ചുവരെന്നല്ല, കാരണം ഇല്ല പരാജയത്തിലൊന്നും അത് ഓരോരുത്തര് മനസ്സിൽ കാണുന്നതല്ലേ. എന്തായാലും പരാജയത്തിലൊന്നും എല്ലാ സിനിമയും നല്ലതായിട്ട് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടണം. ഇപ്പോഴത്തെ എല്ലായിട്ടാണ്. അതെ, ഇത് സിമ്പിളായിട്ടൊരു സ്റ്റോറി. ഒരു അതായത് ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു ആ ഫ്ലാറ്റ് കൊണ്ടു നടത്തണ ടേക്ക് കെയർ എന്നുള്ള പടത്തിന്റെ പേരിട്ടില്ല പവി. എന്തായാലും അദ്ദേഹത്തിന്റെ അതില് ആ ജോലി എടുക്കണവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എന്തായാലും ഇത് കാണിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള മുതലാളിത്തവും ഇതൊക്കെ എന്തായാലും ദിലീപ് എന്തായാലും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്. എന്താ പറയാ, ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. എന്താണ് കോമഡി? പിന്നെ ദിലീപേട്ടന്റെ ഫേസിൽ ആക്ഷൻ വരെ നമ്മളെ ചിരിപ്പിക്കുന്ന ടൈപ്പാണ്. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ പഴയ സിനിമ എന്താ വേറെ ആരോ ചോദിച്ചു, കഴിഞ്ഞ സിനിമകളിലൊക്കെ ബാലൻസ് പോയി. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞാൻ അത്രയും അത് ആസ്വദിച്ചാ കണ്ടത്. ഫ്രഷ് ആയിട്ട് തന്നെ തോന്നി എല്ലാ കാര്യങ്ങളും. പിന്നെ വിനീതേട്ടനും ഡയറക്ടറും കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും ഓരോ പാട്ടിന്റെ സീനൊക്കെ കാണുമ്പോ നന്നായിട്ട് ദിലീപേട്ടന്റെ ഒരു മാസം എന്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ പരമശിവൻ പോലത്തെ ഒരു സംഭവം ദിലീപേട്ടൻ കൊണ്ടുവന്നാൽ സൂപ്പർ ആയിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അത് കാണാൻ ആഗ്രഹിക്കുന്നു. ദിലീപേട്ടൻ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ട് ഇങ്ങനത്തെ മൂവി മതി. ജോലി എഴുത്താണ്. നിങ്ങൾ അതിൽ ഹാപ്പിയാണോ? പിന്നെ ഉറപ്പാണേ.